ലോകത്തുള്ള എല്ലാവരെയും പറ്റിച്ച് നടക്കുന്നൊരുത്തനാ മേഘൻ. അവന്റെ വിചാരം അവന് മാത്രമേ മിടുക്കുള്ളൂന്നാ. അതുകൊണ്ടാ അവനെ കോടതിയിൽ കൊണ്ടിറക്കുമ്പോ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. മാനസെത്തിയോ മാർക്കും? അവള് നേരത്തെ വന്നു. ഇന്ന് കോടതിയിൽ അവള് കൊടുക്കുന്ന മൊഴിക്കനുസരിച്ചിരിക്കും മേഘനാഥന്റെ ഇനിയുള്ള വിധി. സ്വത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുത്തനവൻ. അല്ലാതെ അവൻ ആരോടും ഒരു ആത്മാർത്ഥതയുമില്ല, സ്വന്തം അച്ഛനോടോ അമ്മയോടോ. അതുകൊണ്ട് അവന്റെ പൈസ കുറച്ച് പൊട്ടണം ചേട്ടാ, അതാ എന്റെ ആഗ്രഹം. ഇറങ്ങി വാ. സാഗരേട്ടാ, എന്നൊന്ന് ചേർത്ത് പിടിച്ചേ. അങ്ങോട്ട് നടക്കടാ. ഞങ്ങളെല്ലാരും ഉണ്ട്. നീ ഇതുപോലെ കോടതി കയറ്റണമെന്ന് ആഗ്രഹിച്ച സാഗർ ഉൾപ്പെടെ എല്ലാരും. പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ നിനക്കും അന്യമല്ലടാ. ഈ നിൽക്കുന്ന നിന്റെ മുറപ്പെണ്ണായ മഞ്ജു തുടക്കത്തിലേ നിന്നെ കോടതി കയറ്റേണ്ടതാ. പക്ഷേ മഞ്ജു ബുദ്ധിയുള്ള പെണ്ണായതുകൊണ്ട് അതിലും നല്ല മാർഗമാണ് തിരഞ്ഞെടുത്തത്. നിന്നെ കാത്തു നിൽക്കായിരുന്നു ഞങ്ങളൊക്കെ. കോടതിക്ക് അകത്തുണ്ട് നീ കാണേണ്ടവര്. എടാ, എന്നും ഒരു ഭാഗം മാത്രം ജയിക്കില്ല. എനിക്കും വരൂടാ ഒരു ദിവസം. നിന്റെ ദിവസമൊക്കെ തീർന്നടാ. ഇനിയുള്ളത് ഞങ്ങളുടെ ദിവസമാ. മാർക്കോ മതി, നടക്കടാ അങ്ങോട്ട്. കൊണ്ടുപോടോ, നടക്ക്. ഇനി അകത്തല്ലേ സീൻ നടക്കാൻ പോകുന്നത്. നടക്കടാ അങ്ങോട്ട്. Yes, proceed.
മേഘനാഥൻ എന്നല്ലേ പേര്? അതെ. എന്താ ജോലി? ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് സാർ. ഓ, അതാണോ ജോലി? അല്ല, ഞാൻ കമലേശ്വരൻ ജ്വല്ലറിയുടെ മാനേജറായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് വിട്ടു നിൽക്കുക. തനിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ മാനസ എന്ന് പറയുന്ന പെൺകുട്ടി താനവരെ വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചിരുന്നുവെന്നും അതിലവർക്കൊരു കുഞ്ഞുണ്ടെന്നും പറയുന്നു. കുഞ്ഞ് അപ്പു എന്ന് വിളിക്കുന്ന റോഹൻ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ?